ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. ഒരു വർഷക്കാലം കൂടി ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവിക സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പുതിയ വർഷത്തിൽ അവൻ കഴിഞ്ഞ കാലങ്ങളിൽ മിസ് ചെയ്തതിനെ ഈ ദിവസങ്ങളിൽ പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. 2022-ലും 2023-ലും മിസ് ചെയ്തത് അവൻ 2024-ൽ ഞങ്ങളുടെ കയ്യിലേക്ക് എൻ്റെ കർത്താവ് തരാൻ പോകുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ 2024-ൽ പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിടുതലുണ്ടാകട്ടെ, കുടുംബങ്ങളിൽ സൗഖ്യങ്ങളുണ്ടാകട്ടെ കർത്താവേ, കുടുംബങ്ങളിൽ ഉണർവുകളുണ്ടാകട്ടെ കർത്താവേ, വ്യക്തിപരമായ മാറ്റങ്ങളുണ്ടാകട്ടെ. പരിശുദ്ധ ആത്മാവിനാൽ ഞങ്ങളുടെ മേൽ പരിവർത്തനമുണ്ടാകട്ടെ കർത്താവേ, പരിവർത്തനങ്ങളുണ്ടാകട്ടെ, പരിവർത്തനങ്ങളുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അവൻ മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ആത്മനദിയുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ കർത്താവേ. ഹല്ലേലൂയ. ആത്മാവിൻ്റെ അനുഭവങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുവാൻ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മനദിയുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവൻ ഞങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ കർത്താവേ. വലിയ ഉണർവിലേക്ക് ഞങ്ങളെ നയിക്കണം, വലിയ കൊയ്ത്തിലേക്ക് ഞങ്ങളെ നയിച്ചാട്ട പിതാവേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭമേലൊരു ഉണർവുണ്ടാകട്ടെ കർത്താവേ. ആത്മാവിൻ്റെ പുതിയ തലങ്ങൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ നിറവുകൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആമേൻ. ഞങ്ങൾ ആമേൻ സഞ്ചരിക്കുന്ന ഓരോ തലങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അനുഭവങ്ങളിലൂടെ അവൻ പുതിയ റിലങ്ങൾ യേശുവിൻ നാമത്തിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അനുഭവങ്ങൾ തുറക്കപ്പെടട്ടെ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ പുതിയ വർഷത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ പിതാവേ. 2023 കർത്താവ് നമ്മളെ നടത്തി. ആമേൻ. ഹല്ലേലൂയ. 2022 കഴിയുമ്പോൾ 2023 ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മൾ കയറിയത്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ചിലതൊക്കെ പ്രതീക്ഷകളായി തന്നെ അവിടെ നിൽക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏകദേശം 4 മാസങ്ങൾക്ക് മുന്നേ ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ച ആമേൻ ഒരു വചനമായിരുന്നു 2024 നമുക്ക് ഇയർ ഓഫ് ഹാർവെസ്റ്റ് ആയിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്രവർക്ക് വിശ്വസിക്കാൻ കഴിയും 2024 നമ്മുടെ ജീവിതത്തിനകത്തൊരു ഹാർവെസ്റ്റ് വെളിപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിനകത്തൊരു ഹാർവെസ്റ്റ് വെളിപ്പെടും. ആമേൻ. നമ്മുടെ സഭയ്ക്കകത്തൊരു ഹാർവെസ്റ്റ് വെളിപ്പെടും. ഹല്ലേലൂയ. ആത്മാവിൽ റിസീവ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ വലിയ കൊയ്ത്ത് ആമേൻ നമ്മുടെ മേൽ സംഭവിക്കാൻ പോകുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ വലിയ കൊയ്ത്തുകൾ ഉണ്ടാകാൻ പോകുന്നു. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവനും അവൻ എപ്പോഴും ബൈബിൾ സമൃദ്ധിയെ അല്ലെങ്കിൽ നിറവിനെ പറയുന്നത് വിതയും കൊയ്ത്തുമായി ബന്ധപ്പെടുത്തിയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ബൈബിളിൻ്റെ തുടക്കം മുതൽ ആമേൻ കൃഷി സംബന്ധമായും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിതയും കൊയ്ത്തിനും വളരെ പ്രാധാന്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. വചനത്തിനകത്ത് പറയുന്ന ഏറ്റവും അധികം ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാണ്. ആമേൻ. ജോസഫ് കണ്ട സ്വപ്നം എന്തായിരുന്നു? കറ്റകൾ അവനെ വണങ്ങുന്നു. ഹല്ലേലൂയ. ആമേൻ. അവൻ കണ്ട സ്വപ്നം പോലെ കാലഘട്ടത്തിൻ്റെ കറ്റകൾ അവനെ വണങ്ങി. ഹല്ലേലൂയ. ആമേൻ. കാലഘട്ടത്തിൻ്റെ കറ്റകൾ അവനെ വണങ്ങി. ഹല്ലേലൂയ. അവൻ രാജ്യം ഭരിക്കാൻ കയറിയപ്പോൾ അവിടെ ഒരു കൊയ്ത്തിൻ്റെ അനുഭവം ഉണ്ടായി. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ നീ ചെയ്യുന്നതൊക്കെയും സാധിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ. 2024 നീ കാലെടുത്ത് വെക്കുന്നത് മുഴുവനും
യേശുവിൻ്റെ നാമത്തിൽ അത് സാധ്യമാകട്ടെ. എൻ്റെ ദൈവത്താൽ സകലതും സാധ്യമാണ്. എൻ്റെ യേശുവിനാൽ സകലതും സാധ്യമായത് കൊണ്ട്, അവനിൽ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫിന്റെ കറ്റകൾ അവനെ വണങ്ങി. ആമേൻ. അത് കാലഘട്ടങ്ങൾക്ക് വരെയും അവൻ ഇന്നും ആമേൻ ജോസഫിനെ ഫോളോ ചെയ്യുന്നു. ആര്? ഇസ്രായേൽ. ഹല്ലേലൂയ. അവൻ ദൈവം ഒരു ഉദാഹരണം കൊടുക്കുമ്പോൾ, ദൈവം ഒരു സ്വപ്നം കൊടുക്കുമ്പോൾ അവൻ ഇന്ന് പകൽ വിശ്വസിച്ചോ തലമുറകൾക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. അത് തലമുറകളെ നിറയ്ക്കുന്നതിന് വേണ്ടിയാ. ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽ ഒരു ഹാർവസ്റ്റ് നിനക്കുണ്ടെങ്കിൽ അത് നിന്റെ തലമുറകളെ നിറയ്ക്കാൻ അത് സ്വർഗത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, അവൻ ജോസഫിനെ തലമുറകളോളം കരുതിയ ദൈവം. ഹല്ലേലൂയ. അവൻ നിന്റെ ലൈഫിനകത്തൊരു കൊയ്ത്തുണ്ടാകട്ടെ. അവൻ നിന്റെ ലൈഫിനകത്തൊരു കൊയ്ത്തുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നീ കാലഘട്ടങ്ങളായി വിതച്ചത് മുഴുവനോ, അവൻ നീ വിതച്ചത് മുഴുവനോ ഒരു കൊയ്യുന്ന സമയം. അവൻ തുള്ളൻ കൊണ്ടുപോയതോ, വെട്ടിക്കുളി കൊണ്ടുപോയതോ, സംവത്സരങ്ങളെ തിരികെ തരുന്ന യേശുവിന്റെ നാമത്തിൽ ഇത് ഹാർവസ്റ്റ് വെളിപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ അവൻ നിന്റെ ലൈഫിനകത്ത് തുള്ളൻ കൊണ്ടുപോയതും വെട്ടിക്കിളി കൊണ്ടുപോയതോ, അവൻ നിന്റെ ലൈഫിനെ നശിപ്പിച്ച് കളഞ്ഞത് മുഴുവനോ ഇതാ സംവത്സരങ്ങൾ തിരികെ തരുമാറ്. ഇതാ ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. സംവത്സരങ്ങളെ തിരികെ തരുന്ന ദൈവം, കാലഘട്ടങ്ങളെ തിരികെ തരുന്ന ദൈവം ഇതാ നിന്നെ ഒരു പുതിയ അനുഭവങ്ങളിലേക്ക്. അവൻ ഗലാത്യ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിൽ അതിന്റെ 7-ാമത്തെ വാക്യം തൊട്ടിങ്ങനെ പറയുന്നു. അതെ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ആമേൻ. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഹല്ലേലൂയ. എവിടെയാണ് വിതയ്ക്കേണ്ടത്? ജഡത്തിൽ വിതച്ചാൽ എന്ത് കൊയ്യുമെന്ന? നാശം കൊയ്യും. ആമേൻ. എന്നാൽ ആത്മാവിൽ വിതയ്ക്കുന്നവൻ നിത്യജീവനെ കൊയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ആത്മാവിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ? ആമേൻ. എന്താണ് ആത്മാവിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ? സഭയിൽ വരുന്നതാണോ? ഉപവാസമെടുക്കുന്നതാണോ? ആമേൻ. പ്രാർത്ഥിക്കുന്നതാണോ? ആണോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. ആമേൻ. ഹല്ലേലൂയ. സഭയിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും വചനം വായിക്കുന്നതും സകലതും നീ ആത്മാവിൽ വിതയ്ക്കുന്നതാണ്. എന്നാൽ കുറച്ച് കാര്യങ്ങളോട് താഴെ പറയുന്നു, നന്മ ചെയ്യുകയാൽ നാം മടുത്തു പോകരുത്. ഹല്ലേലൂയ. എന്താണ് നമ്മളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം? നന്മ ചെയ്യുക. ഹല്ലേലൂയ. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. നീ നന്മ ചെയ്താൽ നീ നന്മ കൊയ്യും. ഹല്ലേലൂയ. നീ നന്മ ചെയ്താൽ നീ നന്മ കൊയ്യും. നീ നന്മയെ കൊയ്യൂ. നീ ചെയ്തത് മുഴുവനും കൊയ്യാൻ പോകുക. നീ ചെയ്ത നന്മ പ്രവർത്തികളെ മുഴുവനും സ്വർഗത്തിലെ തുരുത്തിയിൽ അവൻ എൻ്റെ ദൈവം. ഹല്ലേലൂയ. അത് നീ നന്മ കൊയ്യാൻ പോകുക. അവൻ നീ നന്മ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ അത് കൊയ്തിരിക്കും. ഹല്ലേലൂയ. നീ ആത്മാവിൽ നീ വിതച്ചെങ്കിൽ നീ ആത്മാവിൽ കൊയ്യോ. നീ പ്രാർത്ഥിച്ചെങ്കിൽ അതിന് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. നീ ദശാംശം ഇട്ടെങ്കിൽ നിനക്ക് വേണ്ടി അതിനെ ആമേൻ അതിന്റെ 10 മടങ്ങായി തിരികെ തരുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വിതച്ചത് തന്നെ നീ കൊയ്യോ. ദൈവത്തിന്റെ മുമ്പിൽ നീ സമയത്തെ വിതച്ചെങ്കിൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഇടപെടുന്ന ദൈവമുണ്ട്. തക്ക സമയത്ത്. ഹല്ലേലൂയ.
ആമേൻ, നീ വിതച്ചത് തന്നെ നീ കൊയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. നന്മ ചെയ്യുകയാൽ നാം മടുത്തു പോകരുത്. ആമേൻ. തളർന്നു പോകാഞ്ഞാൽ, നീ തളർന്നു പോയില്ലെങ്കിൽ തക്ക സമയത്ത്, ദ റൈറ്റ് ടൈം, ദ റൈറ്റ് ടൈം. ആമേൻ. ഇതൊരു സമയമുണ്ട് കേട്ടോ, തക്ക സമയം. ദ റൈറ്റ് ടൈം നീ കൊയ്തിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ഇത് ഉറപ്പിച്ച് എഴുതി വെച്ചോ, ഹൃദയത്തിൻ്റെ പലകയിൽ നീ എഴുതി വെച്ചോ. ഹല്ലേലൂയ. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അത് താമസിക്കത്തില്ല. അത് നിന്റെ പലകയിൽ തെളിവാകുന്ന വിധം നീ എഴുതി വെക്കുക. ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിനകത്ത് നീ എഴുതി വെച്ചോ, നീ വിതച്ചത് നീ കൊയ്യാൻ പോകുകയോ. 2024 ആമേൻ, നീ വിതച്ചെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ നാമത്തിൽ നീ കൊയ്യാൻ പോകുന്നു. ആമേൻ. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും എന്ത് ചെയ്യണം? അവസരം കിട്ടുന്നതനുസരിച്ച് ചെയ്തോണം. പിന്നെ അവസരം വരണമെന്നില്ല. ആമേൻ. എന്താണ്? വിതയ്ക്കാൻ ഒരു അവസരം വരുമ്പോ വിതച്ചോണം. ആമേൻ. പിന്നെ അവസരം, ആമേൻ. അപ്പൊ എന്ത് വേണം? അവസരം വരുമ്പോ ആമേൻ ചെയ്തോണം. വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ആമേൻ. എന്താ ദൈവവചനം പറയുന്നേ? നന്മ ചെയ്യുക, സകലർക്ക് നന്മ ചെയ്യുക, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. ഈ നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാ? പൈസ കൊടുക്കുവാണോ? അല്ല. എന്താണ് അവന്റെ ആവശ്യം അത് നീ ചെയ്തു കൊടുക്കുക. ഹല്ലേലൂയ. അവൻ എന്ത് ആവശ്യത്തിന്റെ മുഖത്താണോ നിൽക്കുന്നത്, എന്താണ് അവൻ ആവശ്യമുള്ളത്, അത് നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ ചെയ്തു കൊടുക്കുക. ആമേൻ. കണ്ണടച്ചു പോകരുത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കണ്ണടയ്ക്കുന്നവനാകരുത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഡോർ ടു ക്രൈസ്റ്റിനെ പറ്റിയുള്ള ദൈവത്തിന്റെ വിളി ഇതാണ്. ആമേൻ. സ്പ്രെഡിങ് ദ ലവ് ഓഫ് ജീസസ്. യേശുവിൻ്റെ സ്നേഹത്തെ എന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. എങ്ങനെയാ? നന്മ ചെയ്ത് നീ പകർന്നു കൊടുക്കണം. അവൻ്റെ ആവശ്യങ്ങൾ പകർന്നു കൊടുക്കണം. ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. നീ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. ഹല്ലേലൂയ. 2024 നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും മടുത്തു പോകരുത്. അവസരങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കുക. ആമേൻ. അവസരങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കുക. ആമേൻ. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം കേട്ടോ, ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം. ആമേൻ, ആമേൻ. ചിലപ്പോൾ അവർക്ക് പ്രാർത്ഥനയായിരിക്കും ആവശ്യമുള്ളത്. ചിലപ്പോൾ കൂടെ ചെന്ന് ആ ഹോസ്പിറ്റലിൽ ചെന്ന് ഒന്ന് കാണുന്നതായിരിക്കും ആവശ്യമുള്ളത്. ആമേൻ. ചിലപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതായിരിക്കും ആവശ്യമുള്ളത്. അവൻ ചിലക്ക് സാമ്പത്തികമായ ആവശ്യമായിരിക്കാം. ആമേൻ. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കണ്ണടയ്ക്കുന്നവരാകരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ മക്കളല്ല. അല്ല, അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഒരുവൻ്റെ ആവശ്യത്തിന് മുമ്പിൽ കണ്ണടയ്ക്കുന്നെങ്കിൽ ആമേൻ, ദൈവവചന പ്രകാരമല്ല. ആമേൻ. ഹല്ലേലൂയ. ഇതാണ് സഭ ചെയ്യേണ്ടത്. നന്മ ചെയ്യണം. പാട്ടും പ്രാർത്ഥനയും ഉപവാസവും ബൈബിൾ വായനയും സകലതും വേണം. ആമേൻ. എന്നാൽ അതിൻ്റെ കൂടെ 2024 സഭയ്ക്ക് അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. 2024 അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകട്ടെ. നന്മ ചെയ്യുന്നതിൽ വിശ്വസ്തരാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? 4 മാസങ്ങൾക്ക് മുന്നേ കർത്താവ് തന്നൊരു വചനം ഇങ്ങനെയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. 4 മാസം മുന്നേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു 1, 2, 3, 4. 4-ാം മാസം കഴിയുമ്പോൾ ആമേൻ, നമ്മുടെ മേലൊരു കൊയ്ത്തുണ്ടാകും 2024. ഹല്ലേലൂയ. ആ വചനം ദൈവം തരുമ്പോൾ 2024 ആകാൻ 4 മാസമുണ്ട്.
ഹല്ലേലൂയ. വീണ്ടും ആ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഇനി 4 മാസങ്ങൾ കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ കൊയ്ത്തിന്റെ സമയമായിരിക്കുന്നു. ആമേൻ. ഇത് ആത്മാവിൽ ഇപ്പോൾ സ്വീകരിക്കണം. ആമേൻ. അത് ഞാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആമേൻ. പറയുക, യേശു കർത്താവ് പറയുക, നിങ്ങൾ പറയുന്നു 4 മാസം കഴിഞ്ഞിട്ടെന്നാ. ഹല്ലേലൂയ. ആമേൻ. ആൻറ്റി അറിയാമോ, ഈ കൊയ്ത്തിട്ടിട്ട് എത്ര നാൾ കഴിയുമ്പോഴേ ഇങ്ങനെ സീസൺ വരുന്നേ? ആമേൻ. 3-4 മാസം കഴിയുമ്പോഴാണ് സീസൺ വരുന്നേ. അതാ ഇവർ വെയിറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാ? 4 മാസം കഴിയാൻ വെയിറ്റ് ചെയ്യുക, സീസൺ ആകാൻ വെയിറ്റ് ചെയ്യുക. എന്നാൽ കർത്താവ് പറയുക, ചിലതിൻ്റെ സീസൺ ഇവിടെ തുടങ്ങുകയാ. ഹല്ലേലൂയ. ചിലതിൻ്റെ സീസൺ ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ ഡോർ ടു ക്രൈസ്റ്റിന്റെ സീസൺ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ പ്രവചിച്ചു പറയുന്നു. ദ സീസൺ, ദ ന്യൂ സീസൺ, ദ ന്യൂ ഹാർവെസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. പിശാച് കെട്ടിയ സകല കെട്ടുകളോ അത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഓ റമല മറകലബര ശന്തരജനരേ. ദ സീസൺ ഇത് ആരംഭിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറയുന്നത് ഇങ്ങനെയാ, നിങ്ങൾ എന്തോ ചെയ്യണം, നിങ്ങളൊന്ന് തലപൊക്കി നോക്ക്. നിങ്ങളൊന്ന് തലപൊക്കി നോക്കിക്കോ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഉറപ്പോടൊന്ന് നോക്കണം. ഇപ്പോൾ തന്നെ കൊയ്ത്തിന്റെ സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. തലപൊക്കി നോക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ആവശ്യം, നമ്മൾ ചെയ്യേണ്ടത്. അവൻ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ നീ അങ്ങോട്ടൊന്ന് തലപൊക്കി നോക്കടാ, നിനക്ക് വേണ്ടി ഞാൻ കരുതിയ കരുതൽ അവിടെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നിന്റെ ഓ രാമ കശതരകലദനരകദന. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഞാൻ കരുതിയ ഒരു കരുതൽ അവിടെ കിടപ്പുണ്ട് അബ്രഹാമേ. നീ തലപൊക്കി നോക്കുക. ഇന്ന് പകൽ നീ തലപൊക്കി നോക്കിയ ചിലതിന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്നു, മറഞ്ഞു കിടക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് അവൻ മറഞ്ഞു കിടക്കുന്നത് വെളിപ്പെട്ട് വരുന്നു. അന്യഭാഷകളിൽ അവൻ പുതിയ ഹാർവസ്റ്റ് നിന്റെ മേൽ വെളിപ്പെടുകയാ, പുതിയ സീസൺ നിന്റെ മേൽ വെളിപ്പെടുകയാ, പുതിയ അനുഭവങ്ങൾ നിന്റെ മേൽ വെളിപ്പെടുകയോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അമ്മ തലപൊക്കി നോക്കുമ്പോൾ കാണാൻ കഴിയും, അബ്രഹാമേ നിനക്ക് വേണ്ടി ഞാൻ കരുതിയൊരു കരുതലുണ്ടടാ. നീ എന്തോ ചെയ്യാൻ വന്നതാ? നിന്റെ മോനെ യാഗം കഴിക്കാൻ വന്നതാ. നിന്റെ മനസ്സിനകത്ത് വേദനയുമായി വന്നവനാ നീ. ആമേ. എന്നാൽ നീ അവൻ ഈ ദിവസങ്ങൾ പേറിയ വേദനയുണ്ടല്ലോ. ആമേൻ. നീ ഹൃദയത്തിൽ ഈ ദിവസങ്ങളിൽ നീ സഹിച്ചൊരു വേദനയുണ്ടല്ലോ. കാലങ്ങളോളം കേട്ട വാഗ്ദത്തത്തെ യാഗം കഴിക്കണമെന്ന്, സ്വന്തം പുത്രനെ യാഗം കഴിക്കണമെന്ന്. ആമേൻ. എന്നാൽ ആ വേദനയെ നീ ചുമക്കണ്ട, എൻ്റെ പുത്രൻ ചുമക്കോടെ. ഹല്ലേലൂയ. ഒരു കുഞ്ഞാടിനെ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ വേദനയ്ക്ക് പരിഹാരമായി അവൻ മറുവിലയായി എൻ്റെ പുത്രനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ വിശ്വാസത്തിന്റെ നായകനോ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നിന്റെ വേദനയെ ചുമക്കാൻ, അവൻ നിന്റെ പ്രശ്നത്തെ ചുമക്കാൻ നീ ഒന്ന് തലപൊക്കി നോക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ കരുതിയ കരുതൽ ചെറിയ കരുതലല്ല കേട്ടോ. നീ തലപൊക്കി നോക്കുമ്പോൾ നീ കാണാൻ പോകുന്നത് വിശ്വാസത്തിന്റെ അപ്പുറമാ. അത് കാലഘട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാ. ആമേൻ. തന്റെ ഏകജാതനായ പുത്രനെ കൊടുത്തത് കാലഘട്ടങ്ങൾക്ക് വേണ്ടിയോ, തലമുറകൾക്ക് വേണ്ടിയോ. ആമേൻ. അബ്രഹാമിന്റെ താൽക്കാലിക വേദനയെ മാറ്റാൻ
കുഞ്ഞാടിനെ കൊടുത്തു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ താൽക്കാലിക വേദനകൾക്ക് പകരമായി ആമേൻ ഇന്ന് പകൽ വേദനയ്ക്ക് ദൈവം ഒരു കരുതൽ വെച്ചിട്ടുണ്ട്. നീ അനുഭവിക്കുന്ന സകല വേദനയ്ക്ക് ഒരു കരുതൽ വെച്ചിട്ടുണ്ട്. തലപൊക്കി നോക്കുക, തലപൊക്കി നോക്കുക. ഹല്ലേലൂയ. അതെപ്പോഴാ സംഭവിക്കുന്നത്? ആമേൻ. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ, എപ്പോഴാ? സീസൺ ആകുമ്പോഴല്ല, അതിപ്പോൾ തന്നെ ആമേൻ കൊയ്ത്തിന് എന്തായിരിക്കുന്നു? നിങ്ങൾ ഇപ്പോൾ തന്നെ തലപൊക്കി നോക്കിയാൽ. ആമേൻ. വിടുതൽ നാളത്തേക്ക് വേണ്ടി പ്രതീക്ഷിക്കരുത്. അതിപ്പോൾ ഉറപ്പിക്കണം, അതിപ്പോൾ വിശ്വാസത്താൽ സ്വീകരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഇപ്പോൾ കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങണം, ഇപ്പോൾ തന്നെ ഒരുങ്ങണം. മാറ്റി വെക്കരുത്, നാളത്തേക്കാക്കി വെക്കരുത്. നമ്മുടെ ഒരുക്കങ്ങൾ മാറട്ടെ. നമ്മുടെ ഒരുക്കത്തെ നോക്കുന്നവനാ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ഉത്സാഹത്തെ നോക്കുന്നവനാ ദൈവം. ആമേൻ. നമ്മുടെ പ്രയത്നത്തെ നോക്കുന്നവനാ ദൈവം. നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന നോക്കുന്നവനാ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ കൊയ്ത്തിന് സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ 2024 എൻ്റെ വലിയ കൊയ്ത്തിലേക്ക് ഞാൻ കയറാൻ പോകുകയാണ്. ഹല്ലേലൂയ. സാധാരണഗതിയിൽ എന്താ സംഭവിക്കാറ്? വിതയ്ക്കുന്നത്, എന്താ പറഞ്ഞേ? വിതയ്ക്കുന്നത് കൊയ്യും. ആമേൻ. എന്നാൽ ദൈവം ചിലർക്ക് ചില ഫേവർ വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? ഞാനും ആ ഫേവറിനകത്തുള്ളവനാണെന്ന്. ആമേൻ. ഈ വചനം തരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നമുക്ക് വേണ്ടി തരുന്ന സാധനമാണ്. ആമേൻ. ഒരു വചനം ദൈവം നമുക്ക് തരുമ്പോൾ അത് നമ്മൾക്ക് വേണ്ടിയാ, നമ്മുടെ ലൈഫിന് വേണ്ടിയാ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയാ. ആമേൻ. സഭ ദൈവത്തിൻ്റെയാ. ആമേൻ. നമ്മളൊക്കെ അവിടുത്തെ തോട്ടം നനപ്പാൻ നമ്മളെ ആക്കിയിരിക്കുന്നതാ. എല്ലാ സഭകളും, ആമേൻ, സഭകൾ ദൈവത്തിൻ്റെയാ. അതെല്ലാം ക്രിസ്തു എന്ന സഭയുടെ ശരീരമാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാ സഭകളും, നമ്മൾ സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന എല്ലാ സഭകളും ക്രിസ്തു എന്ന തലയുടെ ശരീരമാണ് നമ്മൾ ഓരോരുത്തരും. ആമേൻ. അവൻ്റെയാണ് സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സഭകളിലും ഉണർവുണ്ടാകട്ടെ. എല്ലാ സഭകളിലും പരിശുദ്ധാത്മാവിൻ്റെ മൂവ് ഉണ്ടാകട്ടെ. അവൻ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. അവൻ ചലിക്കാത്ത മേഖലകൾ ചലിക്കട്ടെ. ആമേൻ. ചലിക്കാത്ത മേഖലകൾ ചലിക്കട്ടെ. ഹല്ലേലൂയ. ചലിക്കാത്ത മേഖലകൾ ചലിക്കട്ടെ. സഭകളിൽ ഉണർവുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. 2024 ആമേൻ സകല സഭകൾ മേലും ഒരു ഹാർവസ്റ്റ് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സകല സഭകളുടെ മേലും ഒരു മൂവ് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ എന്താ സംഭവിക്കുന്നേ? വിതച്ചാലേ കൊയ്യത്തുള്ളൂ. എന്താ അടുത്ത വാക്യം ഒന്ന് വായിക്കാമോ? ആമേൻ. കർത്താവ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയാ? നമ്മൾ അധ്വാനിക്കാത്തത് കൊയ്യാൻ. ആമേൻ, ഹല്ലേലൂയ. ചിലതിന്മേൽ ദൈവം ഒരു ഫേവർ ഇടുകയാ. നീ അധ്വാനിക്കാത്തത് നീ കൊയ്യാൻ പോകുകയാ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ. അവൻ നീ പ്രയത്നിക്കാത്തത്, നീ അധ്വാനിക്കാത്തതോ ചില ഫേവറുകൾ നിന്റെ മേൽ വരാൻ പോകുന്നു. ചില നിയോഗങ്ങൾ നിന്റെ മേൽ വരാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജാതികളുടെ സമ്പത്ത് അധ്വാനിക്കാത്തതിനെ കൊയ്യാൻ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ സമയത്ത് അങ്ങനത്തെ ഒരു മൂവ് ഉണ്ടാകട്ടെ. ആത്മാവിനാൽ അങ്ങനത്തെ ഒരു സ്മാർട്ട് മൂവുകൾ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ആമേൻ. ചില ദിവസങ്ങൾക്ക് മുന്നേ ദൈവം തന്നൊരു വാക്കാണ് സ്മാർട്ട് മൂവ്.
സ്മാർട്ട് മൂവ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ പറയുന്ന ഒരു സാധാരണ വേർഡുണ്ട്, ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക്. ആമേൻ, ഹല്ലേലൂയ. എന്താണ് ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്? ആമേൻ. കഠിന പ്രയത്നം, എന്നാൽ വളരെ ബുദ്ധിപരമായ ചില മൂവുകൾ കൊണ്ട് ചിലതിനെ പിടിക്കുന്നൊരു സാധനമുണ്ട്. അങ്ങനെ ഒരു ആശയം എൻ്റെ ദൈവം ചില ദിവസങ്ങൾ മുമ്പ് തന്നു. കഴിഞ്ഞ ആഴ്ച ഒരു വാക്ക് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞായിരുന്നു, 13 വയസ്സുള്ളൊരു അതാ പറഞ്ഞ മറന്നുകൊണ്ടത്, 13 വയസ്സുള്ളൊരു ആമേൻ ഒരു പെൺകുട്ടിയെ ദൈവം തൊട്ടതാ. ഇന്ന് ആയിരങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ കാരണമായത്. പാട്ട് കേട്ട് പാട്ടിനോട് ഇഷ്ടം തോന്നി, ആ കുടുംബം മുഴുവനും കർത്താവിലായി. ആ കുടുംബത്തിൽ 200 പരം പേര് കർത്താവിൻ്റെ വേലയിലായി. അതിൽ മൂലം ആയിരക്കണക്കിന് ആൾക്കാർ കർത്താവിലേക്ക് വന്നു. ഇങ്ങനത്തെ സ്മാർട്ട് മൂവ്മെന്റുകൾ ഡോർ ടു ക്രൈസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചിലതിനെ കർത്താവ് തൊടും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ചില സ്മാർട്ട് മൂവുകൾ ഡോർ ടു ക്രൈസ്റ്റിനകത്ത് സംഭവിക്കുക. ചിലതിനെ കർത്താവ് തൊടും. ചില കാതലായ വ്യക്തികളെ ദൈവം തൊടാൻ പോകുക. അതിനകത്ത് നിന്നും ആയിരക്കണക്കിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സ്മാർട്ട് മൂവിനെ, ഒരു കൊയ്ത്ത് നടക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വലിയ കൊയ്ത്തിന് കാരണമാകുന്ന സ്മാർട്ട് മൂവുകൾ, ആമേൻ, അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. ആമേൻ. ഇവിടെ എന്തോ പറയുന്നേ, നീ അധ്വാനിക്കാത്തത് നീ കൊയ്യാൻ പോകുക. നീ പ്രയത്നിക്കാത്തത് കൊയ്യാൻ പോകുക. അത് ചില സ്മാർട്ട് മൂവുകളിലൂടെ ഇത് സംഭവിക്കും. വെറുതെ കൈയടിക്കല്ലേ. ആമേൻ. ഇത് ആത്മാവിൽ ഏറ്റെടുത്തോണ്ട് കൈയടിക്കണം. ആമേൻ. ഇത് ആത്മാവിൽ ഏറ്റെടുക്കണം. സ്മാർട്ട് മൂവ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് തന്നെ സംഭവിക്കട്ടെ. നിങ്ങളത് റിസീവ് ചെയ്യും. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിനകത്ത് നിന്നത് തന്നെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്ന് സ്മാർട്ട് മൂവ്മെന്റ് ഉണ്ടാകട്ടെ. ആമേൻ. അതിന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില നിയോഗങ്ങളെ തരിക. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ അധ്വാനിക്കാത്തത് കൊയ്യാൻ. ആമേൻ. ഇന്ന് പകൽ ആത്മാവ് ചിലതിനെ നയിക്കാൻ പോകുന്നു. പുതിയ കൃപകളോടെ, പുതിയ കൃപാവരങ്ങളോടെ ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ചിലതിനെ നേടിയെടുക്കാൻ. ഹല്ലേലൂയ. കുടുംബങ്ങളിൽ സ്മാർട്ട് മൂവ് ഉണ്ടാകട്ടെ. അതിനകത്തു നിന്നൊരു ഹാർവസ്റ്റ് ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആരൊക്കെ റിസീവ് ചെയ്യുന്നു? ഹല്ലേലൂയ. ആമേൻ. താഴത്തെ വാക്യം പറയുന്നു, ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു, നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. ആമേൻ. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ ഇത് ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയല്ല. മറ്റുള്ളവർ അധ്വാനിച്ചതിന്റെ അവകാശം നമുക്കില്ല. എന്നാൽ ചിലർക്കൊരു ഫേവറിനെ സ്വർഗം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ അധ്വാനിക്കാത്തത് നിങ്ങൾ കൊയ്യും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതിന്റെ മറുപടികൾ, ആമേൻ, അനേകർ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ മറുപടികൾ, അനേക ഭക്തന്മാർ പ്രാർത്ഥിച്ചതിന്റെ മറുപടികൾ, അവരുടെ അധ്വാനത്തിന്റെ ഫലം, അതിലേക്ക് ഇതാ നമ്മൾ ആത്മാവിൽ പ്രവേശിക്കുക. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ. അനേകർ പ്രാർത്ഥിച്ചത്, അനേകർ പ്രവചിച്ചത്,
അനേകരെ അധ്വാന ഫലത്തിലേക്ക് വിശ്വാസത്താൽ ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്മാർട്ട് മൂവ്മെന്റ് സംഭവിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. 2024 അവൻ ദൈവം അനുവദിച്ചാൽ നമ്മൾ പുതിയ ഹാളിനകത്തേക്ക് കയറാൻ പോവുകയാണ്. ആമേൻ. ഇത് വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. അവൻ പുതിയതിനെ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ സംഭവിക്കും. ഹല്ലേലൂയ. അവൻ അതിപ്പോൾ സംഭവിക്കും. അത് നാളത്തേക്ക് മാറ്റിവെക്കാനല്ല. ഇതാ ചിലതിന്റെ സീസൺ ഇപ്പോൾ ആരംഭിക്കുന്നു. ചിലതിന്റെ സീസൺ ഇപ്പോൾ ആരംഭിക്കുന്നു. ചിലതിന് വേണ്ടി സ്വർഗം പുതിയത് ചെയ്യുന്നു. അതിപ്പോൾ സംഭവിക്കും. ഓ രാഘവ ശാന്തരാജന. മരുഭൂമിയിൽ നീരുറവകൾ ചിലതിന് വെളിപ്പെടുന്നു. ആമേൻ. മരുഭൂമിയിൽ നീരുറവകൾ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. മരുഭൂമിയിൽ നീരുറവകൾ. മരുഭൂമി പോലെ കിടക്കുന്ന വിഷയത്തിനകത്ത് ഇതാ നീരുറവകൾ വെളിപ്പെടുകയാണ് യേശുവിന്റെ നാമത്തിൽ. അപ്പൊ 2023 അവസാന ഞായറാഴ്ച ഞാൻ ഇവിടെ നിന്ന് ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ചിലതിന് മേൽ മരുഭൂമിക്കകത്ത് നീരുറവകൾ വെളിപ്പെടുകയോ, ഉറവകൾ വെളിപ്പെടുകയോ. ഓ രാമ ശാന്തരാജന റിബലരഗല റീബാലമ ശൈലജാന. യേശുവിന്റെ നാമത്തിൽ ഉറവകൾ, ഉറവകൾ, ഉറവകൾ. ദ സ്മാർട്ട് മൂവ്മെന്റ് സംഭവിക്കാൻ പോകുന്നു. കർത്താവിനെ കാണിക്കുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയാം. ഒരു ബാർബർ ഷോപ്പിനകത്ത് അവൻ കർത്താവിനെ അങ്ങനെ കാണിക്കുന്നു. എനിക്കറിഞ്ഞ ആർക്കെങ്കിലും അതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുമായി ബന്ധപ്പെട്ടൊരു സ്മാർട്ട് മൂവ്മെന്റ് അത് സംഭവിക്കും. അങ്ങനെ എന്തെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്തേക്ക് സംഭവിക്കാൻ പോകുക. ഞാൻ പറയുന്നത്, അങ്ങനത്തെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി നിങ്ങൾക്ക് കണക്ഷനോ ബന്ധമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പിതാക്കന്മാർക്ക് ബന്ധമുണ്ടെങ്കിൽ, കർത്താവ് എനിക്ക് അങ്ങനെ മനസ്സിൽ തരുന്നത് പിതാക്കന്മാരുടെ ബന്ധങ്ങൾ, ബാർബർ ഷോപ്പുമായി ബന്ധപ്പെട്ട്, ഹല്ലേലൂയ, അങ്ങനത്തെ ഒരു സ്മാർട്ട് മൂവ്മെന്റ് അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ പോകുക. അത് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു സ്മാർട്ട് മൂവ്മെന്റ് സംഭവിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ അവർ ആത്മാവിൽ നിറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ആത്മനദിയിൽ അവർ നീന്തി തുടിക്കുന്ന അനുഭവങ്ങൾ, ഒരു നിറഞ്ഞു കിടക്കുന്ന ഒരു പുഴയ്ക്കകത്തേക്ക് അവർ എടുത്തു ചാടുന്നത് പോലെ, ആത്മനദിക്കകത്തേക്ക് അവർ എടുത്തു ചാടുന്നത് പോലെ, ചില വ്യക്തികളുടെ മേൽ, കുടുംബത്തിന് മേൽ, ഹല്ലേലൂയ, നീ ആത്മാവിൽ ശിശുവായിരിക്കാം, എന്നാൽ ആത്മനദിക്കകത്തേക്ക് നീ ചാടുമ്പോൾ നിന്റെ ഹല്ലേലൂയ പുതിയ ആത്മീയ അനുഭവങ്ങൾക്കകത്തേക്ക് നീ പ്രവേശിക്കാൻ പോകുകയാണ്. ശാന്തരാജന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലയ്ക്കകത്തൊരു മൂവ്മെന്റ് ഉണ്ടാകട്ടെ. ആമേൻ. അത് ശക്തമായ ഹാർവെസ്റ്റ് ഉണ്ടാകട്ടെ. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കപ്പെടുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സാമ്പത്തിക മേഖലയെ തുറന്നു തരുന്ന ദൂതന്മാർ ഇറങ്ങി വരട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. സാമ്പത്തിക മേഖലയെ തൊടുന്ന ദൂതന്മാർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൂതന്മാരോട് സഭയായി കമാൻഡ് ചെയ്യുന്നു, ഇപ്പോൾ ഇറങ്ങി വരിക, ഇപ്പോൾ ഇറങ്ങി വരിക. ചലിക്കാത്ത മേഖലകളുമേൽ ചലനമുണ്ടാകട്ടെ. ചില കല്ലുകൾ ഉരുണ്ടു മാറട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൂതന്മാർ ഇറങ്ങി വരട്ടെ ഫിനാൻഷ്യൽ മേഖലകളുമേൽ. കഴിഞ്ഞ ദിവസം നാട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ പോലും ഞെട്ടിച്ചുകൊണ്ടൊരു അനുഭവം ഉണ്ടായി. ഹല്ലേലൂയ. ഞങ്ങളിങ്ങനെ കാർ ഓടിച്ച് കടയ്ക്ക വഴി, ആമേൻ, ഞാനത് നിങ്ങൾ പറയുന്നതുകൊണ്ട് നമ്മുടെ മേൽ ഏഞ്ചലിക് റിലേ ഓപ്പണായി കിടക്കുക, ഞാൻ അതുകൊണ്ട് ഇത് പറയുന്നത്. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ ഒരു തോന്നലായിരിക്കും.
രണ്ടാമത് ഞാൻ വിചാരിച്ചു കാറിൻ്റെ റിഫ്ലക്ഷൻ അടിക്കുമായിരിക്കും. അങ്ങനെയല്ല. ആമേൻ. ആദ്യം ഇത് മൂവ് ചെയ്യുന്നു. എങ്ങനെ അതിൻ്റെ കളറ് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കളറുണ്ട്, ട്യൂബിൻ്റെ ഏകദേശം അതിനോട് മാച്ച് ചെയ്യുന്ന മേഘത്തിൻ്റെ കളർ. ആ മേഘത്തിൻ്റെ കളർ ആദ്യം ഞാൻ കണ്ടതൊരു പക്ഷിയുടെ ഷേപ്പിൽ ഇതിങ്ങനെ ഇത് സിമ്മ് ചെയ്യുന്ന പോലെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അത് മൂവ് ചെയ്യുന്ന മുകളിലോട്ടല്ല, ഇങ്ങനെ നമ്മുടെ കാർ എങ്ങനെ പോകുന്നു അതിന് മുന്നമേ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം 2-3 വട്ടം കണ്ട് ഞാൻ എൻ്റെ തോന്നല, എൻ്റെ മനസ്സിൽ തോന്നല എന്നൊക്കെ ഞാൻ കരുതി. ആമേൻ. പിന്നീട് നോക്കുമ്പോൾ ഞാൻ വെച്ച് കാറിൻ്റെ റിഫ്ലക്ഷൻ അടിക്കുന്നതായിരിക്കും, ലൈറ്റിൻ്റെ അങ്ങനെ തോന്നലായിരിക്കാം. അല്ല, പിന്നെ നോക്കിയപ്പോൾ ഇത് സൈഡിൽ കൂടെ പോകുന്നു. പിന്നെ നോക്കിയപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നു. അപ്പം ഞാൻ എൻ്റെ സംശയമാണെന്ന് വെച്ചാൽ മോനോട് ചോദിച്ചു. എല്ലാം അവനും കണ്ടോണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ദൂതന്മാരുടെ ഹല്ലേലൂയ ചലനങ്ങൾ നമ്മുടെ മേൽ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുക. അവൻ അത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതിനകത്ത് ദൈവം എനിക്ക് അങ്ങനെ ഒരു ഉറപ്പ് തരാൻ കാര്യം, പലർക്കും തോന്നാം ഇത് വെറും തോന്നല, കള്ളത്തരവ, ഇതൊക്കെ എൻ്റെ മനസ്സിൻ്റെ തോന്നലാന്നൊക്കെ പലർക്കും തോന്നാം. പക്ഷെ എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ആ പോകുന്ന സമയത്ത് എൻ്റെ മൊബൈലിനകത്തൊരു മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണേൽ അത് ഇട്ട് തരാം. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഞ്ചലിക് റിലത്തെ ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി മെസ്സേജ് കേട്ടോണ്ടിരിക്കുക. ഹല്ലേലൂയ, ആമേൻ. ഇത് ദൈവനാമത്തിൽ ഞാൻ നിന്നോണ്ട് പറയുന്ന ഏഞ്ചലിക് റിലത്തെ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മെസ്സേജ് ഞാൻ കേട്ടോണ്ട് പോകുമ്പോഴാണ് ഞാനിത് കാണുന്നത്. ഹല്ലേലൂയ. ഒരു പ്രത്യേക സ്ഥലമെത്തിയപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ഇവർ 2 പേരും മാറി മാറി മൂവ് ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ മേലത് ഓപ്പണായി കിടക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അവൻ ഈ ദിവസങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു അവൻ നിങ്ങൾക്ക് വേണ്ട വിടുതലിനെ തരാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഇത് ആത്മാവിൽ റിസീവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത് നിങ്ങളും കാണാൻ പോകുകയാ. നിങ്ങളും അനുഭവിക്കാൻ പോകുകയാ. അതിന്റെ വിടുതലുകളെ കാണാൻ പോകുകയാ. സഭയുടെ മേൽ അത് ഓപ്പണായി കിടക്കുക. ഏഞ്ചലിക് മിനിസ്ട്രികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഏഞ്ചലിക് മൂവ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഈ ദിവസങ്ങൾ നിങ്ങൾ അതിനു വേണ്ടി ആഗ്രഹിച്ചാൽ അത് കർത്താവ് നിങ്ങൾക്ക് തരും, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന. ഹല്ലേലൂയ. ഇന്നലെ ഒരു വീഴ്ച ഞാൻ കണ്ടതാ. ആമേൻ. ഞാൻ വിചാരിച്ചു, പെട്ടെന്ന് കണ്ടപ്പോൾ കർത്താവ് ഞെട്ടിപ്പോയി. ആമേൻ. ഇവിടെ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതം. ഇന്ന് ഷിനു ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്നെങ്കിൽ ഹോസ്പിറ്റലിലായിരിക്കാം. അങ്ങനത്തെ ഒരു വീഴ്ച വീണത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളാണ് നമ്മൾ ഇന്നായിരിക്കും. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ 2023 കർത്താവ് നമ്മളെ നടത്തി, അത്ഭുതകരമായി നടത്തി. ഇന്ന് പകൽ നന്ദിയുള്ള ഹൃദയത്തോടെ വേണം ഇവിടുന്ന് പോകാൻ. പലതും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാൻ കാണും. എന്നാൽ മടുത്തു പോകരുത്. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. ആമേൻ. മടുത്തു പോകരുത്. പിശാച് നമ്മളെ മടുപ്പിക്കും. പിശാച് നമ്മളെ മടുപ്പിക്കും. ആമേൻ. ശരിയാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തോട് പിറുപിറുത്തു പോകരുത്, മടുത്തു പോകരുത്. ഞാൻ നിങ്ങൾ പലപ്പോഴും പറഞ്ഞൊരു വാക്യം ഇങ്ങനെയാ. ആമേൻ. ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് പരാതി പറഞ്ഞു. എന്നാൽ പരാതികൾ പറയുമ്പോൾ ദൈവം അവനെ നോക്കുന്നില്ല. ആമേൻ. എന്നാൽ അടുത്ത അധ്യായത്തിൽ പരാതികളെ വിട്ടുകൊണ്ട് അവൻ ദൈവത്തിലേക്ക് ഫോക്കസ് ചെയ്തു. ആമേൻ. എന്ത് വേണം? പ്രശ്നം അവിടെ നിൽക്കട്ടെ, കർത്താവിലേക്ക് ഫോക്കസ് ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പല വിഷയങ്ങൾ വരുമ്പോൾ മൈൻഡ് ചെയ്യത്തില്ല. കർത്താവ് പ്രശ്നങ്ങളെ മൈൻഡ് ചെയ്യാത്തവരാകണം നമ്മൾ. പിശാചിന് ജയം കൊടുക്കരുത്. എന്ത് വേണം? പ്രശ്നം അവിടെ കിടക്കട്ടെ, ഞാൻ അതിൻ്റെ മുകളിലൂടെ നടക്കും. പ്രശ്നമില്ലാത്തവരാരുമില്ല നമുക്കറിയാം. പക്ഷേ എന്നാൽ ആത്മാവിൽ നമ്മൾ നടക്കും.
എത്ര പ്രശ്നമാണെങ്കിലും എത്ര വിഷയമാണെങ്കിലും ഹല്ലേലൂയ താൻ വാഴുകയാ. ഹല്ലേലൂയ. എന്താ പറയുന്നേ? അവൻ വാഴുന്നത് കൊണ്ട് നമ്മൾ ജീവിക്കും. ആ ഒരു ഉറപ്പ് മതി. 2024 എന്ത് വിഷയം അടിച്ചോട്ടെ, എന്ത് സുനാമി അടിച്ചോട്ടെ, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയെ പറ്റി ഘോഷിക്കും. ഹല്ലേലൂയ. ഞാൻ ജീവനോടെ ഇരിക്കും. ആമേൻ. അവന്റെ നന്മകളെ ഘോഷിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആ ഉറപ്പോടെ ഇറങ്ങി പോകാൻ നിങ്ങളുടെ ആകട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ചുറ്റും 1000 വീണാലും 10,000 വീണാലും അതെന്നോട് അടുത്ത് വരത്തില്ല. ആമേൻ. നമുക്ക് പല പ്രശ്നങ്ങളും വരാം, പക്ഷെ അത് നമ്മളെ തകർക്കാൻ കഴിയത്തില്ല. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇപ്പോൾ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. 2024 കയറുമ്പോൾ ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ സകല രോഗത്തിൻ്റെ ആത്മാക്കളും അവരെ വിട്ടുമാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഞങ്ങൾ കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ സകല രോഗത്തിൻ്റെ സ്പിരിറ്റുകളും ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ. ഇത് ഏത് നാമത്തിലെന്ന് ചോദിച്ചാൽ ഒരേ ഒരു നാമം. എല്ലാം മുട്ടും ആ നാമത്തിന്റെ മുന്നിൽ മടങ്ങും. എല്ലാ നാവും ആ വിളിച്ചു പാടുന്ന നാമം, അത് യേശുവിൻ്റെ നാമം. വാഴ്ചകളും അധികാരങ്ങളും കീഴ്പ്പെടുന്ന നാമം, അത് യേശുവിൻ്റെ നാമം. സകലത്തിന് മേലും അധികാരമുള്ള നാമം, അത് യേശുവിൻ്റെ നാമം. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള നാമം, അത് യേശുവിൻ്റെ നാമം. ആ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ, കിഡ്നി രോഗികൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. നടുവിന്റെ പ്രയാസമുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കേൾവിക്കുറവുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കണ്ണിന്റെ കാഴ്ചകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ the healing വേവുകൾ, the healing വേവുകൾ in the name of Jesus ഇപ്പോൾ സൗഖ്യമാകോ. ഇപ്പോൾ സൗഖ്യമാകോ. അവന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. യേശുവിന്റെ രക്തത്താൽ സൗഖ്യമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ, രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഇപ്പോൾ ജീവൻ വ്യാപരിക്കട്ടെ. പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ അവരുടെ ശരീരങ്ങളിൽ ജീവൻ പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. ഞങ്ങളുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അത്യുന്നതന്റെ ശക്തി തന്നെ വ്യാപരിക്കട്ടെ. ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി കലവറകൾ തുറക്കട്ടെ, കലവറകൾ തുറക്കട്ടെ, കലവറകൾ തുറക്കട്ടെ. ഉറവകൾ യേശുവിൻ നാമത്തെ തുറക്കട്ടെ. ആമേൻ. ഉറവകൾ തുറക്കട്ടെ. ജോലികൾ ലഭിക്കട്ടെ, പുതിയ ജോലികൾ ലഭിക്കട്ടെ, പുതിയ സാമ്പത്തിക വഴികൾ തുറക്കട്ടെ യേശുവിൻ നാമത്തിൽ. കുടുംബത്തിൽ അവൻ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം മുഴുവനും ഞങ്ങളെ പിന്തുടരുന്ന ദൈവത്തിന്റെ വചനം പോലെ. ഹല്ലേലൂയ. നന്മയും കരുണയും അവരെ പിന്തുടരട്ടെ കർത്താവേ. ദൈവത്തിന്റെ ദൂതന്മാരെ ഞങ്ങളെ കാവൽ ചെയ്താട്ടെ. ഈ ദിവസങ്ങളിൽ ആത്മീയ റിലങ്ങൾ ഈ ജനത്തിന് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങൾ അനുഭവിക്കട്ടെ.
ദൂതന്മാരെ കാണട്ടെ, അവർ അനുഭവിക്കട്ടെ, എൻകൗണ്ടറിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ സഭമേൽ അങ്ങനത്തെ മൂവ് ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സഭമേൽ അങ്ങനത്തെ മൂവ്മെന്റ് ഉണ്ടാകട്ടെ. സ്മാർട്ട് മൂവ്മെന്റുകൾ ഉണ്ടാകട്ടെ. ആമേൻ. നിന്റെ വലത്തോട്ട് നീക്കി ആഴത്തിലിറക്കാൻ പറഞ്ഞതുപോലെ ചില സ്മാർട്ട് മൂവ്മെന്റുകൾ അവൻ വല നിറയോളം പിടിക്കുമാർ ഒരു ഹാർവസ്റ്റ് വെളിപ്പെടുന്നതിനായി 2024 ഞങ്ങൾക്ക് ഹാർവസ്റ്റിന്റെ വർഷമാകട്ടെ. അനേക ആത്മാക്കളുടെ ഹാർവസ്റ്റുകൾ, അനേക രോഗികൾ സൗഖ്യമാകുന്ന ഹാർവസ്റ്റുകൾ, മിറക്കിളിന്റെ ഹാർവസ്റ്റുകൾ, സാമ്പത്തിക സ്രോതസ്സിന്റെ ഹാർവസ്റ്റുകൾ, അനേകർ യേശുവിനെ അറിയുന്ന ഹാർവസ്റ്റുകൾ, എല്ലാ മേഖലകളിലും നന്മ ചെയ്യുന്ന ഹാർവസ്റ്റുകൾ. കർത്താവേ, അങ്ങനത്തെ കൊയ്ത്ത് ഞങ്ങളിൽ ഉണ്ടാകട്ടെ. ഞങ്ങൾ വിതച്ചതൊക്കെയും കൊയ്യുന്ന വർഷമാകട്ടെ. വിതച്ചതൊക്കെയും കൊയ്യുന്ന വർഷമാകട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, ആമേൻ. പുതിയ വർഷം ഞങ്ങളെ കൂട്ടിവരുത്തുമ്പോൾ പുതിയ അനുഭവങ്ങൾ ഞങ്ങളെ നിർത്തുന്നതിനായി സ്തോത്രം. പുതിയ അനുഭവങ്ങൾ നിർത്തുന്നതിനായി സ്തോത്രം. പുതിയ ആത്മാക്കളെ കർത്താവ് കൊണ്ടുവരുന്നതിനായി സ്തോത്രം. പുതിയ മുഖങ്ങളെ സഭയ്ക്കകത്ത് ദൈവം കൊണ്ടുവരാൻ പോകുന്നതിനായി സ്തോത്രം. ഞാൻ ആത്മാവിൽ കാണുന്നു, പുതിയ മുഖങ്ങളെ കാണുന്നു. പുതിയ മുഖങ്ങളെ, പുതിയ മുഖങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇവിടെ കയറി വരിക. യേശുവിന്റെ നാമത്തിൽ ഇവിടെ കയറി വരിക. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, the name of Jesus. ആത്മാക്കളെ കയറി വരിക യേശുവിന്റെ നാമത്തിൽ പിതാവേ.